നമസ്കാരം, എല്ലാവർക്കും ജിജീസ് വീലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്, ഫ്യൂഷൻ മിൽക്ക് ഷേക്ക്. വളരെ ഫില്ലിങ്ങും വളരെ റിഫ്രഷിങ്ങുമായിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒറിയോ ബിസ്ക്കറ്റ് ഇവിടെ 2 പാക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ടുള്ള പാല് 1/2 ലിറ്റർ. അത് ഈ 3 മിൽക്ക് ഷേക്കും കൂടെ ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ മാങ്ങ, ബനാന, ചോക്ലേറ്റ് ചിപ്സ്, പഞ്ചസാര, ജ്യൂസ് അടിക്കാനുള്ള മിക്സിയുടെ ജാറ്, ജ്യൂസ് എടുക്കാനുള്ള ഗ്ലാസ്. ഇത് കാരമൽ സിറപ്പാണ്, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഒരു പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്യാണ്. അതിനായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളറില്ലേ, അത് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിതിപ്പോൾ റോളർ ഉപയോഗിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. എനിക്കിപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു മേസൺ ജാർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മേസൺ ജാറിലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ അളവിനാണ് ഞാനിവിടെ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒറിയോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഈ മിൽക്ക് ഷേക്കും അവർക്ക് വളരെ ഇഷ്ടമാകും. അപ്പോൾ ഞാൻ ഈ മിൽക്ക് ഷേക്ക് ഒറിയോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് 4 ഒറിയോ ബിസ്ക്കറ്റ്, ഒരു ചെറിയ പഴം, പിന്നെ അല്പം പാല്, 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇനി ആദ്യം ചേർത്ത ഒറിയോ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒറിയോ മിൽക്ക് ഷേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാരമൽ സോസ് ഉണ്ടാക്കി. ഇത് അല്പം വെള്ളം പോലെ ആയിപ്പോയി, കുറച്ചുകൂടെ തിക്കാകണമായിരുന്നു. ഇനി കാരമൽ സോസ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ല വേറെ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒറിയോ മിൽക്ക് ഷേക്ക് ചേർക്കാം. ഞാനിവിടെ 2 മേസൺ ജാർ എടുത്തിട്ടുണ്ട്, 2ലായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒറിയോ ക്രഷ് ചെയ്തത് ചേർത്തു, പിന്നെ ഒറിയോ മിൽക്ക് ഷേക്ക്. ഇതല്പം കട്ടി കുറവാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ്. അതിനായിട്ടൊരു 1.5 മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ എനിക്ക് കിട്ടി, അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ പാല്, കട്ടിയുള്ള പാല് ചേർക്കുകയാണ്. മാങ്ങയ്ക്ക് മധുരം ഉള്ളത് കാരണം ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ഈ മാംഗോ മിൽക്ക് ഷേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനത്തെ ലെയറായിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക്. അപ്പോൾ അതിനായിട്ട് കട്ടിയുള്ള പാലെടുത്തു. ഞാനിവിടെ ഒരു ഇലാച്ചി പഴമാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രസകദളി പഴമാണെങ്കിലും പൂവൻ പഴമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുത്തോളൂ. ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനിയും ടേസ്റ്റ് ആകും. ഇനി മാങ്ങയുടെ മിൽക്ക് ഷേക്ക് ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ലെയറായിട്ടാണ് ബനാന മിൽക്ക് ഷേക്ക് ചേർക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം ചേർത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ മാംഗോ മിൽക്ക് ഷേക്ക് ആയിട്ട് മിക്സ് ആയിപ്പോകും. സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് സ്പൂൺ വെച്ച് ചേർത്തത്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തവും ഞാൻ ഈ ബനാന മിൽക്ക് ഷേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. വളരെ ക്രീമി ആയിട്ട് നല്ല വൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടിയും ചോക്ലേറ്റ് ചിപ്സും എടുത്തു, അത് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാണ്. ഇനി ഇടയ്ക്ക് ഓരോ ലെയറിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ കപ്പലണ്ടിയും ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലെ ഇത് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും കോരി കുടിക്കാം, അല്ലെ അല്ലാണ്ട് കുടിക്കുകയാണെങ്കിലും ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ സൈഡിലുമൊക്കെ നമ്മുടെ ആ ഒരു സിറപ്പും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകും. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ചിനൊക്കെ മുന്നേ ഇടയ്ക്കായിട്ട് ഇത് ട്രൈ ചെയ്യുക. ഇത് വളരെ ഫില്ലിംഗ് ആണ്. ഒരു 2-3 മണിക്കൂറത്തേക്ക് നമുക്ക് പിന്നെ വിശക്കത്തില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്യുക, എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ടേക്ക് കെയർ, ബൈ. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.